പബ്ലിക്കിനും ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഫിലിം മേക്ക് ചെയ്തിട്ടുള്ളത്. 3 ജനറേഷൻ്റെ കഥയാണ് ഈ ഫിലിം പറയുന്നത്. മുത്തച്ഛൻ, മകൻ, പേരക്കുട്ടി, അങ്ങനെ 3 കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു കള്ളൻ്റെ മകനായി ജനിച്ചു പോയി എന്നതിൻ്റെ പേരിൽ സമൂഹം അവനെ കള്ളനാക്കി മാറ്റുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ അത് വൃത്തിയായിട്ട് പറഞ്ഞു പോകുന്നു. നല്ല വിഷ്വൽ എഫക്റ്റ്, നല്ല BGM, നല്ല സ്റ്റോറി. എന്തോ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് മണിയന്റെ ക്യാരക്ടറാണ് ഏറ്റവും ബെസ്റ്റ്. ടൊവിനോന്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണോ? എന്തോ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്ന സിനിമയാണോ? ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. നമുക്ക് ചെറിയൊരു മൊബൈലിൽ കാണാൻ പറ്റുന്ന ഫിലിമല്ല, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലേ അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ. സിനിമ കണ്ടായിരുന്നു. ആ സിനിമ കണ്ടായിരുന്നു. നല്ല സിനിമനെ കുറിച്ച് സിനിമ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് കൂടുതൽ മണിയന്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നോർമലി ടോവിനോ ചെയ്യുന്ന റോളിനെ കാട്ടും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയിട്ട് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫ് ായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായാണ്. കുറച്ചുകൂടി നമുക്ക് ആ ഒരു വിഷയത്തിനൊക്കെ കുറച്ചുകൂടി ഓവറോൾ നന്നായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട മണിയന്റെ അയ്യോ അത് അടിപൊളിയായിരുന്നു. പിന്നെ ഭയങ്കര മൊത്തത്തിലൊക്കെ ആള് മാറി എല്ലാ രീതിയിലും ഫിസിക്കൽ വൈസ് മണിയനിലെ ടൊവിനോ ഇല്ല, ശരിക്കും മണിയൻ എന്നൊരു ക്യാരക്ടറായിരുന്നു. സ്നഗ്ഗിട്ടിട്ടാണ് വന്നിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ. ഉറപ്പായിട്ടും കാരണം മൂത്രം പോയി എനിക്ക് നാളെ എന്തോ ആൾക്കാർ എന്നെ വിളിച്ച് അറിയാമോ സത്യം എന്നെ വിളിച്ച് വാട്സാപ്പ് എന്റെ എങ്ങനെ എന്നെ ട്രൈ ചെയ്ത് എനിക്ക് അപ്പിയിട്ടില്ല സുഹൃത്തെ, അപ്പിയിട്ടിട്ടില്ല. പക്ഷെ മൂത്രം ഒഴിച്ചായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നഗ്ഗിട്ടു എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഏത് സിനിമ കണ്ടാലും സ്നഗ്ഗിട്ടുണ്ട്. കാരണം ഈ സിനിമ വേറെ കാര്യം അത് എടുത്തു പറയാനുള്ളത്, ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് സ്നഗ്ഗി ഇട്ടിരിക്കണം. കാരണം അത്രയ്ക്ക് ഭയാനകമായ ബീജം കലർത്തി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. തകർത്തുന്ന ഒരു രക്ഷയില്ല. ടൊവിനോ കൊണ്ടുപോയെന്നുള്ളത് ഉറപ്പാണ്. ഓണം കത്തിക്കയറിയിരിക്കണം. 300 കോടി തകർത്തു. 5 ഭാഷകളിലെ 5-6 ഭാഷകളിലെ സിനിമ 300 കോടിയാണ്. 300 കോടി മലയാളത്തിന്റെ അങ്ങനെ തോന്നില്ല.